വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 71-ാം സങ്കീർത്തനം 14-ാം തിരുവാക്യം. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. സങ്കീർത്തകൻ തൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് പകർന്ന പ്രത്യാശയെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുകയാണ്. ഏത് സാഹചര്യത്തിലും ഞാൻ കർത്താവിൽ പ്രത്യാശയുള്ളവനായിരിക്കും. ഇതെന്തൊരു വലിയ ഉറപ്പാണ്. പ്രിയ സഹോദര സഹോദരി, നമുക്ക് വേണ്ടത് ഈ ഉറപ്പാണ്. ഏത് സാഹചര്യത്തിലും പ്രത്യാശയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു അനുഭവം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നീ ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. വിശ്വാസത്തിന്റെ വചനങ്ങളാൽ കർത്താവിന്റെ ആത്മാവ് നമ്മളെ അഭിഷേചിക്കുന്ന സമയം നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് കൃപയുടെ മണിക്കൂറുകളാണ്. 10,000-ങ്ങളിലേക്ക് മഹത്വത്തിന് സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന സമയം ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. യെസ്, നമ്മൾ ഒരുമിച്ചൊരു കുടുംബമായി പാടി പ്രാർത്ഥിക്കുന്നു. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. ചേർന്നു പാടാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുവേ, അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങൾ മാറ്റി തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ആ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ചേ. അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. യേശു മതിയായവൻ. കരങ്ങൾ ഉയർത്തിയടിച്ചേ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി. കരങ്ങൾ താഴ്ത്തിയടിച്ച് ആത്മാവിൽ തുള്ളിച്ചാടി കൃപയിൽ നിറഞ്ഞ് ശക്തിയോടെ പാടി പ്രാർത്ഥിച്ച് അത്ഭുതകര ഡെലിവറൻസുകൾ വെളിപ്പെടുന്ന സമയം സൗഖ്യത്തിന്റെ കൃപകളാൽ 10,000 കർത്താവ് നിറയ്ക്കുന്ന സമയം. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി. ഇരു
കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ അനുഗ്രഹിക്കുന്നവനായ, നമ്മൾ അഭിഷേകം ചെയ്യുന്നവനായ, തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുന്നവനായ കർത്താവായ യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, വിമോചനത്തിന്റെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഭാരങ്ങള്, മനസ്സിന്റെ നൊമ്പരങ്ങള് എടുത്തു മാറ്റണമേ. പ്രത്യാശയുടെ വചനങ്ങളാൽ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കണമേ. പാപത്തിന്റെ അടിമത്തങ്ങളെ തകർക്കണമേ. സാത്താൻ കോട്ടകളെ ഉടയ്ക്കണമേ. സ്വർഗത്തിന്റെ തീയായി പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ കത്തിപ്പടരണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെ കർത്താവേ, കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഞങ്ങളുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചകളെ കൃപകളാക്കി മാറ്റണമേ. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, ദൈവവചനത്തിന്റെ അമ്മേ, ഞങ്ങളെല്ലാവരും പ്രത്യാശയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ പ്രത്യാശയുള്ളവരാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം കാര്യം അറിയാത്ത കരച്ചിൽ. കാര്യം അറിയാത്ത കരച്ചിൽ. ഈ വചനം പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനങ്ങളിലൂടെ ചില സത്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. ഇന്ന് പതിനായിരങ്ങളാണ് വിവിധങ്ങളായ പ്രതിസന്ധികളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നത്. ഓരോ ദിവസവും അനേകർ ഞങ്ങൾക്ക് വിളിക്കാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലാണ്. ഒത്തിരിയേറെ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല. പ്ലീസ് ഞങ്ങളെ പ്രാർത്ഥിച്ചൊന്ന് ശക്തിപ്പെടുത്തണം. ഇത് ഒന്നോ രണ്ടോ പേരുടെയോ അനുഭവമല്ല. ആയിരങ്ങളാണ് ഇത്തരത്തിൽ തകർന്ന അവസ്ഥയിൽ ജീവിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ അനേകം കണ്ണുനീരുകളുടെ ഒരു അടിസ്ഥാന കാരണം കാര്യമറിയാത്തതാണ്. കാര്യമറിയാത്തതാണ് നമ്മുടെ കരച്ചിലുകളുടെ കാരണം. പ്രവാചകനായ ജെറമിയായിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുക. 31-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. ഈ തലമുറയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. മകനെ, മകളെ, നിന്റെ കരച്ചിൽ നിർത്തുക, നിന്റെ കണ്ണുനീർ തുടയ്ക്കുക. നിന്റെ സകല യാതനകൾക്കും, നീ അനുഭവിക്കുന്ന വേദനകൾക്ക്, ദുഃഖങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും ചില വ്യക്തികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? പലരും പറയാറുണ്ട്, ഞങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ആരോടും പറയുവാൻ കഴിയാത്ത വിധം
നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാൻ എങ്ങനെ വേദനിക്കാതിരിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ ഹൃദയത്തുറവിയോടെ ദൈവവചനത്തിന് മുൻപിലായിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങൾ. അവിടെ കർത്താവിനെ ഒരുപാട് സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാം. അവളുടെ പേരാണ് മറിയം. 1-ാം വചനം പറയുന്നു, മറിയം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കല്ലറയിലേക്ക് അവൾ ചെല്ലുകയാണ്. ആ കല്ലറയിലേക്ക് അവൾ ചെന്നത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അവൾ അത്രമാത്രം തൻ്റെ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. ഒരുപാട് പ്രതികൂലങ്ങൾ അവളുടെ മുൻപിലുണ്ട്. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ പ്രതികൂലങ്ങളെല്ലാം അവൾക്ക് ആനന്ദമായിട്ട് മാറുകയാണ്. അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോഴാണ് അവൾ ഇറങ്ങിപ്പോകുന്നത്. യഹൂദരുടെ സംസ്കാരം അനുസരിച്ച് ഇരുട്ടായിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി തനിയെ ഇറങ്ങി നടക്കുന്നത് അവരുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. പക്ഷെ അവൾ ചിന്തിച്ചു, ജനം എന്തു വേണമെങ്കിലും വിചാരിക്കട്ടെ, എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. എനിക്കായി ജീവിതം തന്ന എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. റോമൻ പട്ടാളക്കാര് കഠിന ഹൃദയര, മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയവരാണ് അവരെ. സുന്ദരിയായ ഈ പെൺകുട്ടി കർത്താവിന്റെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ ദുഷ്ടരായി പട്ടാളക്കാര് എന്ത് വേണമെങ്കിലും ഇവളോട് ചെയ്യാം, ഇവളെ പിച്ച് ചീന്തും. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് മറിയത്തിന്റെ മുൻപിൽ. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവൾ കത്തിജ്വലിക്കുകയാണ്. ആ പ്രതികൂലങ്ങളൊന്നും അവൾക്കൊരു പ്രതികൂലമായി തോന്നിയില്ല. അവൾ കല്ലറയിൽ എത്തിയപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അവൾ വിചാരിച്ചു കർത്താവിന് ആരും എടുത്തുകൊണ്ടുപോയി. അവൾ മടങ്ങിച്ചെന്ന് ശിഷ്യന്മാരെ ഈ വിവരം അറിയിക്കുകയാണ്. പത്രോസ് യോഹന്നാനും കൂടെ കർത്താവിന്റെ കല്ലറയിലേക്ക് അതിവേഗത്തിൽ ഓടുകയാണ്. അവരെ കല്ലറയിലേക്ക് പ്രവേശിക്കും. അവർക്ക് ആ സത്യം മനസ്സിലാവും. കർത്താവ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഒരു വെളിപാട് അവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചപ്പോൾ അവർ സന്തോഷഭരിതരായി തിരിച്ചു പോവുകയാണ്. എന്നാൽ 11-ാമത്തെ തിരുവാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വചനമാണ്. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. മറിയം കർത്താവിന്റെ കല്ലറയ്ക്ക് വെളിയിൽ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൾ വിതുമ്പി വിതുമ്പി പൊട്ടി പൊട്ടി കരയുകയാണ്. അവളുടെ ഓരോ കണ്ണുനീർ തുള്ളിയും കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. അവൾ ചുമ്മാ കരഞ്ഞതല്ല, തൻ്റെ പ്രിയപ്പെട്ട കർത്താവിനെ കാണുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൾ കരഞ്ഞത്. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. അവളുടെ കരച്ചിൽ കാര്യമറിയാത്തത് കൊണ്ടായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തൻ്റെ കർത്താവ് മരിച്ചവനല്ല, അവൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു. ഈ സത്യം അവൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ അവൾക്കൊരിക്കലും കരയുവാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മറിയം കരഞ്ഞത്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എന്നാൽ അതിന് മറുവശം കാര്യമറിയാത്തത് കൊണ്ടാണ്. അവൾക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരച്ചിലും ഇതുപോലെ തന്നെയാണ്. ഇന്ന് അനേകരെ വിവിധങ്ങളായ വിഷയങ്ങളിൽ കരയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞേ, നിന്റെ കരച്ചിൽ കാര്യമറിയാത്തത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉദ്ധിതനായ കർത്താവ് മറിയത്തിന്റെ അരികിലേക്ക് വരികയാണ്. അവൾ ചിന്തിച്ചു ഇതേതോ തോട്ടക്കാരനാണെന്ന്. കർത്താവ് വിളിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്?
വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് മറിയത്തോട് കർത്താവ് ചോദിച്ച ഈ ചോദ്യം ഇന്ന് നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുകയാണ്. എന്തിനാ നീ കരയുന്നത്? എൻ്റെ കുഞ്ഞേ, നീ എന്തിനാ കരയുന്നത്? ഞാൻ മരിച്ചവനല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ഞാൻ ഈ ലോകത്തെ കീഴടക്കിയവനാണ്. ഞാൻ ഉദ്ധിതനായ കർത്താവാണ്. ആ ചോദ്യത്തിന് അർത്ഥമതാ. നീ കരഞ്ഞിരിക്കേണ്ടവനല്ല. നീ ഇങ്ങനെ കരഞ്ഞ് ജീവിതം പാഴാക്കേണ്ടവളല്ല. ഞാൻ ഇന്നും ജീവിക്കുന്നവനായ ദൈവമാണ്. ഈ ഒരു വെളിപാട്, റെവലേഷൻ, ഇത് ബുദ്ധിപരമായ ഒരു അറിവല്ല, ഇതൊരു വെളിപാടാണ്. ഈ ഒരു പ്രകാശം അവളുടെ ഹൃദയത്തിലേക്ക് പകരപ്പെട്ടപ്പോൾ അവളുടെ കരച്ചിൽ മാറി, അവളുടെ ദുഃഖം മാറി, അവളുടെ നിരാശ മാറി. ആ ഈസ്റ്റർ പ്രഭാതത്തിൽ അവൾ ഓടിച്ചെന്ന് ശിഷ്യന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, I have seen the Lord. I saw the Lord. ഞാൻ കർത്താവിനെ കണ്ടു. എന്ത് ശക്തമായ സുവിശേഷം! ഞാൻ കർത്താവിനെ കണ്ടു. കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയത്തെയല്ല നമ്മൾ ഇവിടെ കാണുന്നത്. കാര്യം ഗ്രഹിച്ചപ്പോൾ അവൾ ആനന്ദമുള്ളവളായി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഞാൻ യേശുവിനെ കണ്ടു. ഞാൻ ഓർക്കുക, ഏതാനും നാളുകൾക്ക് മുൻപ് മഹത്വത്തിൻ സാന്നിധ്യം ബൈബിൾ കൺവെൻഷനായി ഒരു ദേശത്ത് കടന്നു ചെല്ലുകയാണ്. ഈ കൺവെൻഷനോട് ബന്ധപ്പെട്ട് അവിടെ ചില പ്രതിസന്ധികൾ ഉണ്ടാവുകയാണ്. ഞങ്ങൾ വളരെ ദുഃഖിതരായി. ടീം മുഴുവൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരുപാട് സങ്കടമായി. കർത്താവ് എന്ത് ചെയ്യും? എങ്ങനെ ഈ കൺവെൻഷൻ മുന്നോട്ട് പോകും? പല പ്രതിസന്ധികളുണ്ടല്ലോ. ഞാനിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, കരയാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അറിയാതെ ഹൃദയത്തിന് ഒരു ആശ്വാസം ലഭിച്ചു. ഈ സമയത്ത് എൻ്റെ ആത്മാവിൽ വ്യക്തമായി കർത്താവിൻ്റെ ശബ്ദം കേട്ടു, മൈ സൺ, എൻ്റെ മകനെ. ഈ കൺവെൻഷൻ ആരുടേതാണ്? കർത്താവ് പറഞ്ഞു, ഈ കൺവെൻഷൻ എൻ്റേതാണ്, ജനം എൻ്റേതാണ്, ഓരോ ശുശ്രൂഷയും എൻ്റേതാണ്, അഭിഷേകം എൻ്റേതാണ്. നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തിനാ കരയുന്നത്? ഇത് പരിഹരിക്കാൻ ഞാൻ മതിയായവനല്ലേ? ഈ ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലക്കി. പെട്ടെന്ന് എന്തെന്നില്ലാത്ത ദൈവസാന്നിധ്യ അനുഭവം എനിക്കുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ പറയല്ല. മാനുഷിക ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ കർത്താവ് ആ കൺവെൻഷനെ അത്ഭുതകരമായി നയിക്കുകയാണ്. 10,000 കടന്നു വന്ന് ദൈവവചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ഒരു ശക്തമായ അനുഭവത്തിലേക്ക് ആ കൺവെൻഷനെ കർത്താവ് നയിച്ചു. ശുശ്രൂഷ എന്റേതല്ലേ? ജനം എന്റേതല്ലേ? സകലതും എന്റേതല്ലേ? നീ എന്തിനാ കരയുന്നത്? എനിക്കറിയാം ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവശബ്ദം ആത്മാവിൽ പ്രകാശിച്ചപ്പോൾ സകല ടെൻഷനും മാറി, ദുഃഖം മാറി, നിരാശ മാറി, കണ്ണുനീര് മാറി. നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. പലപ്പോഴും കർത്താവിൻ്റെ പ്രൊവിഡൻസ്, കർത്താവിൻ്റെ കരുതൽ ഏത് സാഹചര്യത്തിലും എന്നെ കരുതുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ കരുതുവാൻ, എൻ്റെ കുടുംബത്തെ കരുതുവാൻ, ഞാൻ നേരിടുന്ന ഏത് ആവശ്യത്തെയും കരുതുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കാത്തതാണ് നമ്മുടെ കണ്ണുനീരിൻ്റെ കാരണം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ തിരുവാക്യം. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഒരു വലിയ പ്രതിസന്ധിയിലാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനായ മോശാകെ അസ്വസ്ഥനാവുകയാണ്. ജനം പിറുപിറുക്കുന്നു, പരാതി പറയുന്നു. മുൻപിൽ ചെങ്കടല്, പുറകിൽ ഫറവയുടെ സൈന്യം.
ഇടതും വലതും കണ്ണാത്താ ദൂരത്ത് മരുഭൂമി. എന്ത് ചെയ്യും? മോശ കർത്താവിനെ വിളിച്ച് കരയുകയാണ്. 15-ാമത്തെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് മോശയോട് സംസാരിക്കും. മോസസ്, നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? നിർണായകമായൊരു ചോദ്യമാണ്. നമ്മൾ ചിന്തിക്കും, കർത്താവേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയാണോ നീ എൻ്റെ ജീവിതത്തോട് ഇടപെടുന്നത്? നമ്മൾ ചിന്തിച്ചു പോകാം. കർത്താവ് മോശയോട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഇത് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 16-ാം വചനത്തിലോട്ട് വരണം. അവിടെ കർത്താവ് ചോദിക്കുക, ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമായ ദൈവമാണ്. ഐ ആം ഓൾമൈറ്റി ഗോഡ്, ഓൾ സഫിഷ്യന്റ് ഗോഡ്, സർവശക്തനായ ദൈവം. ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനാണ്, എന്റെ ജനത്തിനു വേണ്ടി പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവൻ. ഈ മർമ്മം കർത്താവ് മോശയെ പഠിപ്പിക്കുകയായിരുന്നു. മോശേ, നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നത്? ഈ പ്രതിസന്ധിയിലെ, ഈ പ്രതികൂലത്തിലെ, ഈ ചെങ്കടലിലെ എനിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റത്തില്ലേ? ഈ ചെങ്കടലിൽ എന്റെ ജനത്തിനു വേണ്ടി പാതയൊരുക്കുവാൻ മതിയായവനാണ് ഞാൻ. നീ കരയണ്ട. ഈ ജനത്തോട് മുൻപോട്ട് പോകാൻ നീ പറയുക. നിന്റെ കയ്യിലെ വടി എടുത്ത് നീ കടലിന് നേരെ നീട്ടുക, നീ അതിനെ വിഭജിക്കുക. എന്റെ ജനം വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. എത്ര പവർഫുള്ളായ കർത്താവിന്റെ വാക്കുകളാണിത്. മോശ എന്തിനാ കരഞ്ഞത്? മോശ കാര്യം മനസ്സിലായില്ല. ആ പ്രതിസന്ധിയുടെ മുൻപിൽ നിന്നപ്പോൾ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ മോശ ആകെ ആകുലചിത്തനായി. കർത്താവ് പറഞ്ഞു, മോശേ, നിന്റെ കരച്ചിലേ കാര്യം അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ഓൾമൈറ്റിയാണ്. ഏത് സാഹചര്യത്തിലും എന്റെ ജനത്തെ കരുതുവാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ എനിക്ക് കഴിയും. ഈ സത്യം മോശ ഗ്രഹിച്ചപ്പോൾ അത്ഭുതങ്ങൾ മോശയിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. കോഴിക്കോട് പട്ടണത്തിൽ മഹത്വത്തിൻ സാന്നിധ്യം ബൈബിൾ കൺവെൻഷനായി കടന്നു ചെല്ലുകയാണ്. 4 ദിനങ്ങൾ പിന്നിട്ടു. 10,000 കടന്നു വന്നു. അത്ഭുതകരമായി ആ കൺവെൻഷന്റെ ഓരോ ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിച്ചുയർത്തി. 5-ാം ദിനത്തിൽ, സമാപന ദിനത്തിൽ ഒരുപാട് ദൈവജനം കടന്നു വന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടർന്ന് വചന ശുശ്രൂഷകൾക്കായി ഒരുങ്ങുകയാണ്. പെട്ടെന്ന് ആകാശം മേഘാവൃതമായി. കറുത്ത കാർമേഘങ്ങൾ ആകാശമണ്ഡലത്തെ മൂടുകയാണ്. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, എൻ്റെ കർത്താവേ, ഇപ്പോൾ മഴ പെയ്താൽ ഈ കൺവെൻഷൻ ആകെ അലങ്കോലമായി പോകും. 10,000 ദൈവത്തിന്റെ വചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്നത്. അവർ ചെതറിപ്പോകും. കാരണം വലിയൊരു ഓപ്പൺ ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ നടത്തുന്നത്. മഴ പെയ്താൽ ജനം എങ്ങോട്ട് പോകും? വളരെ ദുഃഖിതനായി ടീം മുഴുവൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. നീ വെറും ഒരു ഇൻസ്ട്രുമെന്റ്, ഉപകരണം മാത്രം. നീ എന്തിനാ വേദനിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? ഇത് എൻ്റെ പ്രവൃത്തിയല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മഹത്വം ആ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ഒരു വിധാനവും കൂടാരവുമായി, മഹത്വത്തിൻ സാന്നിധ്യവുമായി കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മധ്യ നിലയുറപ്പിച്ചു. മറ്റ് 4 ദിനങ്ങളെക്കാളും അത്ഭുതകരമായ വിധത്തിൽ 5-ാം ദിനത്തിലെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തി. 1000-ങ്ങൾക്കത് കൃപയായി തീരുമാറ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഞാൻ വീണ്ടും വീണ്ടും ഈ ദൂത് നിങ്ങളോട് ആവർത്തിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല, കാര്യം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖിതരാകുന്നത്, നിരാശിതരാകുന്നത്, നമ്മൾ കരയുന്നത്, നമ്മൾ വേവലാതിപ്പെടുന്നത്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ ഉറപ്പുള്ള കരുതലിൽ നീ വിശ്വസിക്കേ. ഏത് സാഹചര്യത്തിലും എന്നെ പരിപാലിക്കുവാൻ
എൻ്റെ കർത്താവിന് കഴിയുമെന്നുള്ള ഒരു ആഴമേറിയ ഉറപ്പിലോട്ട് നീ വാ. പ്രിയ സഹോദര സഹോദരി, കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകിയ ദൂത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. കർത്താവേ, ഇന്ന് എൻ്റെ കണ്ണുനീര് എന്തിനൊക്കെ പ്രതിയാണ്, ഞാൻ എന്തിനെ പ്രതിയാണ് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു, കാര്യമറിയാത്തത് കൊണ്ടാണല്ലോ എൻ്റെ കരച്ചിൽ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. ഒരു പ്രാർത്ഥനയോടെ തുറന്നു വീഴുന്ന ആരാധന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. കരച്ചിൽ നിർത്തൂ, കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് കൃപയിൽ നമുക്ക് ജ്വലിക്കാം. ഈ തലമുറയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ധീരസാക്ഷികളായി നമുക്കെല്ലാം മാറാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം. അനുഗ്രഹദാതാവായ കർത്താവേ, പരിശുദ്ധ കുർബാനയായി തന്നെ ശൂന്യനാക്കി തിരുവോസ്തിരൂപനായി ഞങ്ങളെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു കാരണം അറിയാത്ത കരച്ചിൽ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ പല ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും കരച്ചിലുടെയും പുറകിൽ കാരണം അറിയാത്തതാണ്. ഇന്നോളം നമ്മൾ അനുഭവിച്ച എല്ലാ വേദനകളെയും ദുരിതങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കർത്താവിൻ്റെ നന്മകളിൽ പങ്കുപറ്റിക്കൊണ്ട് ഹൃദയം നുറുക്കി പ്രാർത്ഥിക്കുക. ഇത് അനേകം ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. നമ്മുടെ കരച്ചിലുകള്, നമ്മുടെ കണ്ണുനീരുകള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ മുറിവുകളെല്ലാം സൗഖ്യമായി ഈശോ മാറ്റുന്ന സമയം വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നന്ദി പറയുന്ന കർത്താവെ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവെ, തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ, വേദനിച്ചിരിക്കുന്ന മനസ്സുകളെ, കർത്താവെ, കഷ്ടതകൾ മൂലം നട്ടം തിരിയുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, സൗഖ്യമാക്കണമേ. ആരാധന, ആരാധന, ആരാധന. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവെ, കുടുംബങ്ങളെ കഴുകണമേ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, ഞങ്ങളുടെ സങ്കടങ്ങളെ ആനന്ദമാക്കിയതിനായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മാനസാന്തരത്തിനുള്ള കാലം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ